ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് മലയാളം ഗ്രാമർ പോർഷൻ്റെ കുറച്ച് ഒരു ഭാഗം പറഞ്ഞിരുന്നു. ഇത് സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ മലയാളത്തിൽ വേറൊരു കേട്ടിട്ടുണ്ട് മിക്കവാറും ചോദിക്കുന്നതാണ്. തത്പുരുഷൻ ചോദിക്കുന്ന ഒരു വിഭാഗമാണ് തത്പുരുഷ വിഭാഗങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട തത്പുരുഷൻ ഏതൊക്കെയാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, പ്രയോജിക, ഉദ്ദേശിക, സംബന്ധിക, ആധാരിക. ഇത്രയും തത്പുരുഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇനി ഓരോന്നും ഏതൊക്കെയാണ് വിഭാഗം നമുക്ക് നോക്കാം. നിർദ്ദേശികത്തിൽ വരുന്നത് എന്നാ വരുന്നു എന്നൊക്കെ വരുന്നത്, അതായത് ഇപ്പോൾ പറയുന്നത് എന്നാ ഓക്കെ, എന്നാ എന്നും വരുന്നു എന്നും വരുന്നതാണ് എന്ത്? നിർദ്ദേശിക. അതായത് കാളിദാസൻ എന്ന കവി ഓക്കെ, കാളിദാസൻ എന്ന കവി. അപ്പോൾ അതേതാണ്? നിർദ്ദേശികയാണ്. കാളിദാസൻ എന്ന കവി. അതുപോലെ വരുന്നു എന്ന് പറയുന്നത്, എവിടെയെങ്കിലും വരുന്നു, അവൾ വരുന്നു, അതൊക്കെ ഏതാണ്? നിർദ്ദേശികയാണ് കേട്ടോ. നെക്സ്റ്റാണ് പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക തത്പുരുഷനിൽ വരുന്നതാണ് എ പ്രത്യയം വരുന്നത് പ്രതിഗ്രാഹികയിലാണ് കേട്ടോ. അതായത് മരത്തെ എന്നൊക്കെ പറയുമ്പോൾ അതേതാണ്? പ്രതിഗ്രാഹികയ്ക്കകത്താണ് വരുന്നത് കേട്ടോ. സംയോജിക്കാത്ത വരുന്നത് ഓട്, കട്. ഓട് ഏതെങ്കിലും ഒരു വാക്കിനോട്, രാമനോട്, സീതയോട് എന്നൊക്കെ വരുന്നത് സംയോജികയാണ് കേട്ടോ, സംയോജികയാണ്. ഇനി പ്രയോജികയ്ക്കകത്ത് വരുന്ന പ്രത്യയമാണ് ആൽ പ്രത്യയം. അതായത് പൂവാൽ, രാമനാൽ എന്നൊക്കെ വരുന്നത് പ്രയോജികയാണ്. ഉദ്ദേശികയ്ക്കകത്ത് വരുന്നതാണ് രവിക്ക് ഓക്കെ, പൂവിന്, ഇതൊക്കെ വരുന്ന ഏതാണ്? അത് ഉദ്ദേശികയാണ് കേട്ടോ, ഉദ്ദേശിക. എൻ്റെ ഉടേ വരുന്നത് ഏതാണ്? സംബന്ധികയാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രത്യേകം അല്ല, എൻ്റെ ഉടേ എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിക പ്രത്യയത്തിനകത്തിരുന്ന് വരുന്നത് ഓക്കെ. ആധാരികയ്ക്കകത്ത് വരുന്നതാണ് ഇൽക്കൽ, മരത്തിൽ ഓക്കെ, മരത്തിൽ, കാട്ടിൽ, ഇതൊക്കെ വരുന്ന ആധാരിക പ്രത്യേകമാണ്. അപ്പോൾ ഇത്രയാണ് തത്പുരുഷൻ. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാൻ നോക്കുക. സ്വന്തമായിട്ട് ഈ എക്സാമ്പിളുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ എ വരുമ്പോൾ മരത്തെ, അതുപോലെ തന്നെ വേറെ നമുക്ക് ഉദാഹരണം പറയാം. എന്ത്? കാലത്തെ, അതുപോലെ ഓടെന്നുള്ളതിന് രാമനോട്, സീതയോട്, അങ്ങനെയുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ സ്വയം ആദ്യം കുറേ സ്വയം എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറേ പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡ് ചെയ്ത് ഇരിക്കും ഓക്കെ. പിന്നെ പ്രത്യയങ്ങൾ, തത്പുരുഷങ്ങളുടെ പേരുകൾ പഠിക്കുക. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, പ്രയോജിക, ഉദ്ദേശിക, സംബന്ധിക, ആധാരിക. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.